നാം ആഗ്രഹിക്കുന്നത് പോലെയോ നാം പ്രതീക്ഷിക്കുന്നത് പോലെയോ കാര്യങ്ങളൊക്കെ നടന്നാൽ നമ്മൾ പറയും ജീവിതം നല്ല സുഖമാണ്. നേരെ മറിച്ച് നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ നാം പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും ജീവിതം ഒരു തരത്തിൽ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണെന്ന് പറയും. വല്ലാത്ത സ്ട്രെസ്സാണ്. കാരണം നാം പ്ലാൻ ചെയ്ത മാതിരിയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷേ ജീവിതത്തിൽ നാം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നതാണോ അതോ നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കുകയാണോ നല്ലത് എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ സുഖമുണ്ടാവും. ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടന്നിട്ട് എനിക്ക് ആത്യന്തികമായ വിജയം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടന്നിട്ട് താൽക്കാലിക വേദനയും ദുഃഖവും ഉണ്ടായാലും ആത്യന്തികമായിട്ട് അതുവഴിയായിട്ട് നന്മയുണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ അത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അറിവും എൻ്റെ തിരിച്ചറിവും ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് എന്ന് ഉള്ള എൻ്റെ ബോധ്യവും ജീവിതത്തെ നല്ലൊരു വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു പാതയിലേക്ക് നമ്മെ നയിക്കും. ജീവിതത്തിൻ്റെ നല്ല പാതയിൽ ആയിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടാവും, കറുപ്പും വെളുപ്പും പോലെ, അത് രാവും പകലും പോലെ. അത് യാഥാർത്ഥ്യങ്ങളാണ്, പ്രപഞ്ചത്തിലെ സത്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഒരുപാട് സമയം എടുത്തുന്നിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സംഭവിച്ച മോശം കാര്യങ്ങൾ നമ്മെ വിട്ടുപോകാനും ഒരുപാട് സമയം എടുത്തുന്നിരിക്കും. ഇത് രണ്ടും യാഥാർത്ഥ്യങ്ങളാണ്. പറയില്ലേ, ഗുഡ് തിങ്സ് ടേക്ക് ടൈം ടു കം ആൻഡ് ബാഡ് തിങ്സ് ടേക്ക് ടൈം ടു ലിവ്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തിനേയും നേരിടാൻ എളുപ്പമാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കാനും സമയമെടുക്കും, ജീവിതത്തിൽ സംഭവിച്ച മോശം കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാനും സമയമെടുക്കും. അത് രണ്ടും അതിൻ്റെ സമയത്ത് നടക്കട്ടെ എന്നും, ഇത് രണ്ടും എൻ്റെ കയ്യിലല്ല എന്നും, ഇത് രണ്ടും ആരുടെ കയ്യിലാണെന്നും, ഇത് രണ്ടും ആരുടെയോ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണെന്നും, ദൈവം അത് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ സമയത്ത് തന്നെ നടക്കുമെന്നും, ആ സമയത്ത് അത് നടക്കുമ്പോൾ അതെൻ്റെ നന്മയ്ക്കായിട്ട് ഭവിക്കുമെന്നും, അതുവരെ ഞാൻ കാത്തിരിക്കണമെന്നും. ഇതാണ് ജീവിതത്തെ സ്വസ്ഥമായി, ജീവിതത്തെ വളരെ ലളിതമായി കൊണ്ടു നടക്കാനുള്ള ഏക മാർഗം. ഇനി നമ്മൾ വിശ്വാസമെന്നോ ദൈവഭക്തിയെന്നോ ദൈവ ആശ്രയമെന്നോ ദൈവശരണമെന്നോ ഒക്കെ വിളിക്കാം. ദൈവത്തിൻ്റെ പരിപാലന ദൈവം പരിപാലിച്ചു. ദൈവമാണ് പരിപാലിക്കുന്നത്. ദൈവം പരിപാലിക്കാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുള്ളവരുമുണ്ട് എന്നുള്ളതും ആ യാഥാർത്ഥ്യമാണ്. അപ്പോൾ നാം ഇപ്രകാരം ആരുടെയോ പരിപാലനത്തിന് വേണ്ടി കരുതി വെക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ള തിരിച്ചറിവും കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാരണം ദൈവം നമ്മെ ഇതുപോലെ ഓരോരുത്തർ വഴിയായിട്ടാണ് ഈ പരിപാലനം നടത്തുന്നതും പരിപാലനം അറിയിക്കുന്നതുമൊക്കെ. അപ്പോൾ ആരുടെയൊക്കെയോ ഒരു കരുതലിനോ കാവലിനോ പരിപാലനയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണ് ഞാനും എന്നുള്ള തിരിച്ചറിവ്. അവിടെ ഞാൻ വീഴ്ച വരുത്തിയാൽ എൻ്റെ പരിപാലനയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുള്ള ആളും വീഴ്ച വരുത്തും എന്നുള്ള സത്യവും തിരിച്ചറിയും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ ജീവിതത്തെ നമുക്ക് നന്നായിട്ട് കൊണ്ടു നടക്കാൻ കഴിയും. കാരണം നമ്മുടെ കോണ്ടക്ട്, ഹൗ വി കണ്ടക്ട് അവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ how much we are convinced about how God wants to conduct himself for our life. നമുക്ക് വേണ്ടിയിട്ട് ദൈവം നമ്മെ എങ്ങനെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവിൻ്റെ ഭാഗം കൂടിയാണ് മറ്റാർക്ക് വേണ്ടിയിട്ട് ഞാനും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്നെ കൊണ്ടു നടക്കാമെന്നുള്ളൂ. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം സ്വസ്ഥമായിരിക്കും, സുരക്ഷിതമായിരിക്കും, സന്തോഷപ്രദമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.